ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അതിനായിട്ട് ഞാൻ വീറ്റ് ബ്രെഡ് 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിൽ ബട്ടർ പറ്റിയിട്ട് 2 പുറവും നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലവണ്ണം മൊരിയിച്ചെടുക്കേണ്ട, ഒരു മീഡിയം സൈസിലായിട്ട് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് 2 വശത്ത് നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മീതെ ഞാൻ മിൽക്ക് മെയ്ഡാണ് പുരട്ടി കൊടുക്കുന്നത്. അത് 2 ബ്രെഡ് സ്ലൈസിൻ്റെ മീതെ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഇതാണല്ലോ. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കുക കേട്ടോ. അവർക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കഴിക്കാനും, അതുപോലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കാലത്ത് പോകുമ്പോൾ കൊടുക്കാനും, അതുപോലെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാനും പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് ഞാൻ ആപ്പിളാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ തൊലി കളഞ്ഞിട്ടില്ല, നന്നായിട്ട് കഴുകിയെടുത്ത ആപ്പിള് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ബ്രെഡ് പീസുമേ മാത്രം ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ ഞാൻ വീണ്ടും മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മീതെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പരത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇത് അടുത്ത ബ്രെഡ് സ്ലൈസ് കൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി സ്വീറ്റായിട്ടുള്ള ആപ്പിൾ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക്, എൻ്റെ മോളുടെയൊക്കെ സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് സ്നാക്സ് ബോക്സിൽ വെക്കാനൊക്കെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.